2026 നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കണം, സെൽഫ് അവെയർനെസ് കൂട്ടണം, ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇതെല്ലാം ഒന്ന് മാനേജ് ചെയ്യണം. ഇതെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹാബിറ്റാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ 2 പാർട്ടായി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തിനാണ് ജേർണലിംഗ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 3 ടൈപ്സ് ഓഫ് ജേർണലിംഗ് ആണ്. സെക്കൻഡ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 3 ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ്. ഇതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വളരെ കോമൺ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ജേർണലിംഗ് ടെക്നിക്ക് ആയിരിക്കും. പക്ഷേ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ജേർണലിംഗ് ടെക്നിക്കാണ്. ഇത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ മാത്രമല്ല ഫിസിക്കൽ ഹെൽത്തിനെയും ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഇനി എന്തിനാണ് ജേർണലിംഗ് ചെയ്യുന്നത്? അതിനു മുന്നേ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടാണ് നമ്മളെ ലോജിക്കായി ചിന്തിക്കാനും പ്ലാൻ ചെയ്യുക, എഴുതുക, അതുപോലെ തന്നെ സംസാരിക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ബ്രെയിൻ പാർട്ടാണ്. എക്സാമ്പിളായിട്ട് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അടുത്തത് എന്ത് സംസാരിക്കണം, അടുത്തത് എന്ത് വേർഡ് യൂസ് ചെയ്യണം, ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ബ്രെയിൻ പാർട്ടാണ്. അതുപോലെ തന്നെ ബ്രെയിനിൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള, അതായത് വളരെ ഓൾഡ് ആയിട്ടുള്ള ബ്രെയിൻ പാർട്ടാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലിംബിക് സിസ്റ്റമാണ് നമ്മളെ ഇമോഷൻസ് ഫീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ആങ്കർ, സാഡ്നെസ്, ഹാപ്പിനെസ്, എക്സൈറ്റ്മെൻറ്റ്, ഇത്തരത്തിലുള്ള എല്ലാ ഇമോഷൻസും നമ്മൾ ഫീൽ ചെയ്യുന്നത് ഈ ലിംബിക് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ലിംബിക് സിസ്റ്റം വളരെ ആക്റ്റീവ് ആവുമ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് അതിൻ്റെ ജോബ് ചെയ്യാൻ സാധിക്കില്ല. എക്സാമ്പിളായിട്ട് നമുക്ക് വളരെ സന്തോഷം വരുമ്പോൾ നമ്മൾ കരയാറില്ലേ? കാരണം ഇവിടെ നമുക്ക് വേർഡ്സിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത് നമ്മുടെ ലിംബിക് സിസ്റ്റമാണ് ഇവിടെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വളരെ ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്ത് പറയും, അതല്ലെങ്കിൽ ചിലർ കരയും. ഈ ടൈമിലൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മുടെ ലോജിക്കായിട്ട് സംസാരിക്കാൻ വന്നാലും നമുക്ക് എഗൈൻ ആ ദേഷ്യം കൂടത്തുള്ളൂ. നമുക്കൊരിക്കലും അവിടെ ലോജിക്കായി തിരിച്ച് മറുപടി പറയാൻ സാധിക്കാറില്ല. ഇതിന് കാരണം ഈ ലിംബിക് സിസ്റ്റം ഇവിടെ ഹൈജാക്ക് ചെയ്യുമ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് അതിൻ്റെ ജോബ് ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് കാമായി കഴിയുമ്പോൾ നമുക്ക് ലോജിക്കായി ചിന്തിക്കാനും മറുപടി പറയാനൊക്കെ സാധിക്കും. ഇവിടെ ലിംബിക് സിസ്റ്റം ബാക്ക് ടു നോർമൽ ആവുമ്പോൾ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് അതിൻ്റെ ജോബ് ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ലിംബിക് ഫേസിൽ നിന്ന് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഫേസിലേക്ക് മാറുമ്പോൾ നമ്മുടെ തോട്ടിന് ക്ലാരിറ്റി കൂടും. സോ ഈ ലിംബിക് ഫേസിൽ നിന്ന് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടും ക്ലാരിറ്റിയിലൂടെ ചിന്തിക്കാനും നമുക്ക് ഡിസിഷൻസ് എടുക്കാനും പ്ലാൻ ചെയ്യാനെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെയാണ് ജേർണലിംഗ് വളരെ പവർഫുൾ ടൂളായിട്ട് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ ആക്റ്റീവ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി എങ്ങനെ ജേർണലിംഗ് ചെയ്യാം? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതിന് ഫാൻസി ആയിട്ടുള്ള ജേർണലോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജേർണലോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള നോട്ട്ബുക്കും പെന്നും മാത്രം മതി ഇതിന് വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങളുടെ തോട്ട്, ഫീലിങ്സ്, ഇമോഷൻസ്, അതുപോലെ തന്നെ ടാസ്ക് ഇതെല്ലാം നിങ്ങൾ എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ മാറ്റി നിർത്തി ഇതിലൂടെ നിങ്ങൾക്ക് ലോജിക്കായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും അതിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യാനും സാധിക്കും. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ വരുമ്പോൾ നിങ്ങൾ അതിൽ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് എഴുതുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമോഷൻ എന്ന പാർട്ട് നിങ്ങൾ അവിടെ മാറ്റി വെച്ച് നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് ഇവിടെ ആക്റ്റീവ് ആവുന്നത്. ഇതിൻ്റെ ലക്ഷ്യം മെൻ്റൽ ഡീക്ലറ്ററിംഗ് ആണ്. സോ ഡെയിലി ഇത്തരത്തിലുള്ള അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള തോട്ടെല്ലാം തലക്കകത്തുനിന്ന് എടുത്ത് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യും, ഫോക്കസ്, പ്രൊഡക്ടിവിറ്റി കൂട്ടും, ഐഡിയ ജനറേഷന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ വളരെ ടഫായിട്ടുള്ളൊരു പീരീഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ജേർണലിംഗ് ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. നിങ്ങൾ അന്നത്തെ ദിവസം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഇതെന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കാം, അതൊരു വ്യക്തി ആയിരിക്കാം, ഒരു മൊമെൻ്റ് ആയിരിക്കാം. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതായിരിക്കാം, നിങ്ങളൊരു ഫിലിം കണ്ടതായിരിക്കാം. എന്താണോ അത് നിങ്ങൾ എഴുതുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ ഇത് നിങ്ങളുടെ ഓവറോൾ മെൻ്റൽ വെൽബീയിങ്ങിനെ ഇത് ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നെഗറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് വളരെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഒരാളായിട്ട് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേരൻസ് ആയിട്ടോ നിങ്ങളുടെ പാർട്ട്ണറായിട്ടോ നിങ്ങളുടെ കോവർക്കറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ 3 കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ നോട്ടീസ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിയുടെ ഡെയിലി നോട്ടീസ് ചെയ്യുമ്പോൾ ഇവഞ്ച്വലി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ആവാനും, ഇത് നിങ്ങൾ ആ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പരിധി വരെ നിങ്ങൾക്കത് റിസോൾവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എക്സ്പ്രസീവ് റൈറ്റിംഗ് ജെയിംസ് പെന്നബേക്കർ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജേർണലിംഗ് ടെക്നിക്കാണ് എക്സ്പ്രസീവ് റൈറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു ജേർണലിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല ഫിസിക്കൽ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്നാണ്. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ഏതൊരാളും അവരുടെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് 1 ടൈം ഫോളോ ചെയ്യേണ്ട ഒരു ജേർണലിംഗ് ടെക്നിക്ക് എന്നാണ്. ഇതിന് കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. ഫസ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. ഈ ടോപ്പിക്ക് നിങ്ങളുടെ ലൈഫിലെ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരിക്കാം, നിങ്ങൾ ഓർക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഇവൻ്റ് ആയിരിക്കാം, നിങ്ങൾ ഓർക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി ആയിരിക്കാം, അതുപോലെ തന്നെ നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ഓർത്തുകൊണ്ടിരിക്കുന്ന ചില മെമ്മറീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസസ്, അതായത് അപ്സെറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ പ്രസൻറ്റിങ് ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂ, ഇതെല്ലാം നിങ്ങൾക്ക് ടോപ്പിക്കായി സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള പല എക്സ്പീരിയൻസും സീക്രട്ടായിട്ട് ആരോടും ഷെയർ ചെയ്യാതെ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. ഇത് ഇവഞ്ച്വലി നിങ്ങൾ ഇൻറ്റേർണലൈസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും എല്ലാം ഇത് എഫക്റ്റ് ചെയ്യും. എസ്പെഷ്യലി ബോയ്സ്, ഇവർക്കത് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നും അതുകൊണ്ട് ഇത് ഇവർ സപ്രസ് ചെയ്ത് വയ്ക്കും, ആരോടും ഷെയർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഇത് വളരെ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യാറുണ്ട്. ചെറുപ്പത്തിൽ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള സെക്ഷൽ എക്സ്പീരിയൻസസും നേരിട്ട പല പെൺകുട്ടികളും ഇത് പേരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറില്ല. ഇത് പലപ്പോഴും പേരൻസിന് വിഷമാവുമെന്ന് ചിന്തിച്ചിട്ടും, അതുപോലെ തന്നെ പേരൻസിൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പേരൻസ് പലപ്പോഴും പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്നിങ്ങനെ പല രീതിയിലും പേരൻസിൻ്റെ അടുത്ത് നിന്നുള്ള റിയാക്ഷൻ കാണുമ്പോൾ ഈ കുട്ടി ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി ആ കുട്ടി അത് എന്ത് ചെയ്യാണ്, ഇൻറ്റേർണലൈസ് ചെയ്യാണ്. നിങ്ങൾ ഈ ടാസ്ക് ചെയ്യുമ്പോൾ വളരെ പ്രൈവറ്റും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളിവിടെ ആ സെയിം ഡിഫിക്കൾട്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ പല നെഗറ്റീവായിട്ടുള്ള ഇമോഷനും നിങ്ങൾക്ക് ഇവിടെ കാണിക്കേണ്ടി വരും. നിങ്ങൾ ആ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതണം. നിങ്ങളെങ്ങനെ ഫീൽ ചെയ്തു, നിങ്ങൾക്കത് എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്തു, നിങ്ങളുടെ ഇമോഷൻ എന്തായിരുന്നു ആ ടൈമിൽ, നിങ്ങൾക്ക് എന്തൊക്കെ റീകോൾ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം മാക്സിമം റീകോൾ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ്സ് എഴുതുക. നിങ്ങളിവിടെ എഴുതുമ്പോൾ അതിൻ്റെ പെർഫെക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നിങ്ങളത് ഫോക്കസ് ചെയ്യുന്നത് ആ പ്രോസസ്സാണ്. നിങ്ങൾക്ക് എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നു, എന്തൊക്കെ ഇമോഷൻസ് വരുന്നു, ഇതെല്ലാം നിങ്ങൾ ആ എഴുതുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് 15 to 30 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയി നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിലുള്ള ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ലോ എക്സ്പ്രസറാണ്. ഇവരുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവർക്ക് ചിലപ്പോൾ വളരെ നോർമലായിട്ട് എഴുതാൻ സാധിക്കും. പക്ഷേ 2, 3, 4 ഡേയ്സ് കഴിയുമ്പോൾ ഇവഞ്ച്വലി ഇവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കും. അതായത് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ദേഷ്യപ്പെടുക, സങ്കടപ്പെടുക, ഫ്രസ്ട്രേഷൻ, ആങ്സൈറ്റി, BP കൂടുക, ഇങ്ങനെ പല രീതിയിലുള്ള ഇമോഷനും ഇവർ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ഇത് ടെമ്പററി മാത്രമാണ്. അതിനുശേഷം ഇത് നോർമലാവും. സെക്കൻഡ് കാറ്റഗറിയാണ് ഹൈ എക്സ്പ്രസർ. ഇവർക്ക് ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഹൈ ലെവലിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇവർ സങ്കടപ്പെടും, ദേഷ്യപ്പെടും, അതുപോലെ തന്നെ ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം അവർക്ക് ഹൈ ആയിരിക്കും. ഇവഞ്ച്വലി 2, 3, 4 ഡേയ്സ് കഴിയുമ്പോൾ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഓപ്പോസിറ്റ് സംഭവിക്കും. ഹൈ എക്സ്പ്രസറിൻ്റെ ഓപ്പോസിറ്റ് ലോ എക്സ്പ്രസ് സംഭവിക്കും. സോ ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും, പക്ഷെ അത് ഇവഞ്ച്വലി അതിന് മാറ്റം വരും. അത് ടെമ്പററി മാത്രമാണ്. നിങ്ങളുടെ ഇമോഷൻ സ്റ്റേറ്റ് ബാക്ക് ടു നോർമലായി നിങ്ങൾക്ക് കാമറായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും.
സോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും ഉണ്ടാവുക. ഏത് കാറ്റഗറി ആയാലും നിങ്ങൾക്ക് ഈ ജേർണലിങ്ങിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഈ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്, ഈ നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് തികച്ചും ടെമ്പററി ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. ഇത് നിങ്ങൾക്ക് ഗ്രാജുവലി ഇതിൽ നിന്ന് മാറ്റം സംഭവിക്കും. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിലും മെൻ്റൽ ഹെൽത്തിലും ഇത് നല്ല പോസിറ്റീവായ രീതിയിലുള്ള റിഫ്ലക്ഷൻസ് കൊണ്ടുവരും. ഇങ്ങനെ 4 days കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്യാം. പലപ്പോഴും നിങ്ങളുടെ പ്രസൻറ്റിംഗ് ആയിട്ടുള്ള പല ഇഷ്യൂസിൻ്റെയും റൂട്ട് കോസ് ഈ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിലൂടെ നിങ്ങൾ പല കോപ്പിംഗ് മെക്കാനിസം നിങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള എക്സ്പ്രസ് ചെയ്യാത്ത പല ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സ്പീരിയൻസും നമ്മൾ ഓരോരുത്തരും ഇൻറ്റർണലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഓരോന്ന് കണ്ടെത്തി നിങ്ങൾക്ക് മന്തിൽ 4 ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സ്പ്രസ് ചെയ്യാത്ത ഇമോഷൻ നിങ്ങൾക്ക് സേഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഇതിലുണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ മാത്രമല്ല, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ഇത് പോസിറ്റീവായ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്കിവിടെ സെൽഫ് അവയർനെസ് മാത്രമല്ല ലഭിക്കുന്നത്, നിങ്ങളുടെ പല പ്രസൻറ്റിങ് ഇഷ്യൂസിൻ്റെ സൊല്യൂഷൻ കൂടിയാണ്. സോ ഇതിൽ ഏത് ജേർണലിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്യണം എന്നുള്ളത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്.